തകർക്കപ്പെട്ട മരണത്തിൻ്റെ അടയാളമായാണ് മരുഭൂമിയിൽ പിത്തളസർപ്പം ഉയർത്തപ്പെട്ടത്. ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് ജീവൻ സ്വീകരിച്ചുകൊണ്ടാണ് മരണത്തെ പരാജയപ്പെടുത്തുന്നത്. മരണമെന്നതിനെ തല്ലിത്തകർക്കാനാവില്ല. പിത്തളസർപ്പം പിന്നീട് ഒരു ആരാധനാബിംബമായി എന്നത് നമ്മുടെ ഭക്തികളെ താക്കീത് ചെയ്യേണ്ടതുമാണ്. കുരിശ് ജീവൻ്റെ വൃക്ഷമായത്, ജീവൻ്റെ ഉറവിടമായ ക്രിസ്തു ജീവനർപ്പിച്ചതിനെ അത് അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാണ്. സഹനങ്ങളും വേദനകളും മരണവുമാണ് കുരിശെങ്കിൽ അത് ജീർണമായ ഒരു സങ്കല്പമാണ്. ഏറ്റവും ശപിതമായ ശിക്ഷ അവന് നൽകിയത് ലോകവ്യവസ്ഥിതി തന്നെയാണ്, ദൈവമല്ല. ക്രിസ്തുവിൻ്റെ സഹനങ്ങളും മരണവും ജീവദായകമായത് ആ യാതന സഹിച്ചപ്പോഴും അവൻ ജീവിച്ച സ്നേഹത്തിൻ്റെ ആത്മശൂന്യവൽക്കരണത്തിൻ്റെ അനന്തമായ ആഴങ്ങൾ കൊണ്ടാണ്. സഹനവും ദുഃഖങ്ങളും മാത്രമാണ് കുരിശിൽ കാണുന്നതെങ്കിൽ നിരപരാധിയായ ഒരുവനെ കുരിശിലേറ്റിയ അനീതി ആഘോഷിക്കപ്പെടുക മാത്രമല്ല, അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന അനീതികൾ അംഗീകരിക്കപ്പെടുകയും പാവനരൂപമണിയിക്കപ്പെടുകയും ചെയ്യുന്നു. കൃപ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ കുരിശ് വഹിക്കുന്നവരുടെ ഉയിർപ്പിനായി ഉണർന്ന ശബ്ദമാവുക എന്നതുകൂടി കുരിശിൻ്റെ സൗന്ദര്യവും മഹത്വവുമാണ്. കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുക തുടങ്ങിയ ആഹ്വാനങ്ങൾ കഷ്ടതകളിൽ കൂടി നടക്കുന്നതിനെക്കുറിച്ചോ രക്തസാക്ഷിയുടെ മരണം പുൽകുന്നതിനെക്കുറിച്ചോ അതിതീവ്രമായ വേദനകൾ ഉൾപ്പെടുന്ന ഭക്തിയാഭ്യാസങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് തൻ്റെ ജീവദായകമായ ആത്മശൂന്യവൽക്കരണത്തിൻ്റെ ആവർത്തനത്തെക്കുറിച്ചാണ്. സമൂലമായ ഒരു തിരഞ്ഞെടുപ്പാണത്. ക്രിസ്തു ചെയ്ത അതേ തിരഞ്ഞെടുപ്പ്. തൻ്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ മതശക്തികൾക്ക് എതിരെ നിന്നുകൊണ്ട് അചഞ്ചലമായ സത്യത്തിനും ധീരമായ സ്നേഹത്തിനും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ്. ആ സമൂലമായ തിരഞ്ഞെടുപ്പാണ് കുരിശിനെ ഒരു ഒഴിവാക്കാനാവാത്ത ഒന്നാക്കി മാറ്റിയത്. പാനപാത്രം എന്നത് സ്വയം പൂർണ്ണമായി നൽകുന്നതാണ്. പരസ്പരം നൽകേണ്ടതിനായി, പരസ്പരം പൂർണ്ണരാക്കേണ്ടതിനായി ഓരോ ജീവിതവും കുടിച്ചു തീർക്കേണ്ടതാണ് ആ പാനപാത്രം. ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെ തകർത്തെറിഞ്ഞ അത്ര ആഴമേറിയ ഒരു തിരഞ്ഞെടുപ്പാണത്. കർത്താവായ ക്രിസ്തുവിനെ കുരിശിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോഴും ജീവദായകമായ കുരിശ് തലങ്ങൾ കാണാൻ കഴിയണം. കുരിശിലെ അഭിമാനിക്കേണ്ട സൗന്ദര്യം ഈ ശൂന്യവൽക്കരണത്തിലാണ്. പരസ്പരം പകർന്നു നൽകുന്ന ശൂന്യവൽക്കരണത്തിലെ ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും കണ്ടെത്തുവാനും അനുഭവിക്കുവാനും കഴിയൂ.